ബി സിയേക്കാൾ 2 വയസ്സ് ഇളയതാണ്, സി എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. ആർക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ? ഇപ്പോൾ ബിയും സിയും തമ്മിലുള്ള പ്രായത്തിൻ്റെ ബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്നയാൾ സിയേക്കാൾ 2 വയസ്സ് കുറവാണ്. സി എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. ഇപ്പോൾ സിയും എയും തമ്മിലുള്ള പ്രായബന്ധം തന്നിട്ടുണ്ട്. സി എന്നയാൾക്ക് എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. ആർക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ കാണണം? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ അവസാനം മുതൽക്ക് മേൽപോട്ട് വരാം. രണ്ടാമത്തെ വാചകം എടുക്കുക. സി എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. അപ്പോൾ എയുടെ വയസ്സ് നമ്മൾ എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ, എയുടെ വയസ്സ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ് സി. അപ്പോൾ സിയുടെ വയസ്സ് എന്ന് പറയുന്നത് എയേക്കാൾ 1 വയസ്സ് കൂടുതൽ, അതിൻ്റെ കൂടെ 1 കൂട്ടുക, എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാചകം എടുത്തിട്ട് സിയുടെ വയസ്സ് എഴുതി. ഇനി ആദ്യത്തെ വാചകം എടുക്കുക. ബി സിയേക്കാൾ 2 വയസ്സ് ഇളയതാണ്. ബി എന്നയാളുടെ പ്രായം സിയേക്കാൾ 2 വയസ്സ് ഇളയത് പറഞ്ഞാൽ 2 വയസ്സ് കുറവാണ്. അപ്പോൾ ബിയുടെ വയസ്സ് എഴുതുക. ഇനി ബിയുടെ വയസ്സ് സിയേക്കാൾ 2 കുറവ്. സിയുടെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 1 അതിനേക്കാൾ 2 കുറവ്. അപ്പോൾ ഇതിന്ന് 2 കുറയ്ക്കുക. എക്സ് പ്ലസ് 1 കുറയ്ക്കണം 2 സമം എക്സ് പ്ലസ് 1 മൈനസ് 2. 1 2 കുറച്ചാൽ -1 വരിക. 1 2 കുറച്ചാൽ -1 അല്ലെങ്കിൽ -1. അപ്പോൾ നമുക്ക് 3 പേരുടെയും പ്രായം അറിയാം. എയുടെ പ്രായം എക്സ്, ബിയുടെ പ്രായം എക്സ് -1, സിയുടെ പ്രായം എക്സ് പ്ലസ് 1. ഇതിൽ നോക്കുമ്പോൾ എയുടെ വയസ്സ് എക്സ് ആണ്, ബിയുടെ വയസ്സ് എക്സ് എന്ന് 1 കുറവാണ്, സിയുടെ വയസ്സ് എക്സിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ഇതിൽ ചോദ്യം ആർക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ? ഇവർക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ. കാരണം എക്സിനേക്കാൾ 1 കൂടുതലാണ് ഇവിടെ. ഇവിടെയാണെങ്കിലോ എക്സിനേക്കാൾ 1 കുറവാണ്. അപ്പോൾ ഇവിടെ എക്സേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആൾ എക്സ് പ്ലസ് 1 ഇതിൽ വലുത്. അതായത് ഉത്തരം സി ആണ് ഇതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ളത്.